Good afternoon. Good afternoon, ma'am. Afternoon. Good afternoon. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, പ്രേയർ ആരാണ്? Ma'am, ഞാനാണ് ശ്രുതി. ഓക്കെ. Dear Lord, use my eyes to see new friends. Open my ears to hear my teachers. Open my mind, learn new things. Let my heart remember all you near when I am afraid. Help me to love others like you do. I want to shine your lights so bright in my school. Thank you, ma'am. സൈനിങ് ആരാ? സൈനിങ് ഞാനാ മാം, റോഷ്ന. നെറ്റ്വർക്ക് കംപ്ലൈന്റ് ഉണ്ടെന്ന് തോന്നുന്നു, എന്നാലും ഞാൻ നോക്കാം. എനിക്ക് ഇടയ്ക്ക് കിട്ടിയില്ലായിരുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ആൾ. ഞാൻ ഒരു മോട്ടിവേഷൻ സ്റ്റോറിയാ പറയുന്നത്. ഒരിക്കൽ ഒരു കുട്ടി തന്റെ അച്ഛന്റെ കൂടെ പാർക്കിൽ പോയി. പല നിറങ്ങളിൽ ആകാശത്തിലൂടെ പറക്കുന്ന പട്ടങ്ങൾ കണ്ടപ്പോൾ മകൻ അച്ഛനോട് തനിക്കും ഒരു പട്ടം വാങ്ങി തരാമോ എന്ന് ചോദിച്ചു. അച്ഛൻ മകന് പട്ടം വാങ്ങിക്കൊടുത്തു. അവൻ ആ പട്ടം ഉയരങ്ങളിലേക്ക് പറത്തി കളിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി അച്ഛനോട് ചെന്ന് പറഞ്ഞു, അച്ഛാ, ഈ നൂൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ പട്ടം കൂടുതൽ ഉയരത്തിൽ പറന്നേനെ. അതുകൊണ്ട് ഞാൻ ഇതിന്റെ നൂൽ പൊട്ടിക്കും. അച്ഛന്റെ മറുപടി കേൾക്കാൻ പോലും തയ്യാറാകാതെ അവൻ ആ പട്ടത്തിന്റെ നൂൽ പൊട്ടിച്ചു. അവൻ വിചാരിച്ചതുപോലെ തന്നെ അത് ഉയരങ്ങളിലേക്ക് പറന്നു. അവൻ അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അത് ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് പതിയെ വീണുപോയി. അവൻ തന്റെ അച്ഛനോട് പോയി ചോദിച്ചു, അച്ഛാ, ഞാൻ കരുതിയത് നൂൽ പൊട്ടിച്ചാൽ പട്ടം ഫ്രീയായി കൂടുതൽ ഉയരത്തിൽ പറക്കുമെന്നാണ്. പക്ഷെ അതെങ്ങനെയാണ് താഴെ വീണത്? അപ്പോൾ അച്ഛൻ മകനോട് പറഞ്ഞു, നിന്റെ പട്ടം കാറ്റിനെ മറികടക്കുകയാണ് ചെയ്തത്. അതിന്റെ നൂലിന്റെ പിന്തുണ ഉള്ളത് കൊണ്ടാണ് നീ ആ നൂൽ പൊട്ടിച്ചപ്പോൾ അതിന്റെ സപ്പോർട്ട് പോയി. ഈ പട്ടം പോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. നമ്മുടെ മാതാപിതാക്കളോ കൂട്ടുകാരോ ഒക്കെ പ്രോത്സാഹനവും കൊണ്ടാണ് നാം ഉയരങ്ങളിൽ എത്തിച്ചേരുന്നത്. അവരുടെ സപ്പോർട്ട് വേണ്ട എന്ന് വിചാരിച്ചാൽ ഈ പട്ടം പോലെ നമ്മളും ജീവിതത്തിൽ തോറ്റുപോകും. താങ്ക് നന്നായിരുന്നു. താങ്ക് യു മാം. എനിക്ക് ഇടയ്ക്ക് കയറാൻ പറ്റിയില്ലായിരുന്നു, അതാ ഞാൻ കട്ടാവോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി. മഴ ആയതുകൊണ്ട് നെറ്റ്വർക്കിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. മഴയുണ്ട് ഇവിടെ. അതാ. എല്ലായിടത്തും മഴയുണ്ടോ? എല്ലാവർക്കും മഴ കിട്ടുന്നുണ്ടോ? എല്ലാ സ്ഥലത്തും മഴ പെയ്യുന്നുണ്ടോ? മഴയാണ് മാം. ഞങ്ങൾ ഫോറസ്റ്റ് ഏരിയയിലുള്ള ആൾക്കാർ. അപ്പൊ മഴ ഇരുട്ടും വന്നാൽ പിന്നെ ഭയങ്കര ഇരുട്ടായിരിക്കും. നിങ്ങൾ
ഫുഡൊക്കെ കഴിച്ചോ? അല്ലെങ്കിൽ ഇനി ക്ലാസ് കഴിഞ്ഞിട്ടാണോ കഴിക്കുന്നത്? കഴിഞ്ഞിട്ടാണ്. ക്ലാസ് കഴിഞ്ഞിട്ടോ ഫുഡൊക്കെ കഴിക്കുന്നത്. ക്ലാസ് കഴിഞ്ഞിട്ടാണോ കഴിക്കുന്നത് അല്ലേ? Then thought of the day, Thoughts of the day, Sabina ആണ് ma'am. Sabina. Sabina. The time is like a river. You cannot touch the same water twice because the flow that has passed will never pass again. Enjoy every moment of your life. APJ Abdul Kalam. Oh. Then നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? PDF-ലോട്ട് ലാംഗ്വേജ് ഡെവലപ്മെന്റ് PDF തുടങ്ങിയായിരുന്നു അല്ലേ? എവിടം വരെയാണെന്ന് ഓർമ്മയുണ്ടോ? സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എടുത്തിട്ടില്ല അല്ലേ? ഓക്കെ. സൈമൺ സേസും ചൈനീസ് വിസ്പർ ഒക്കെ പറഞ്ഞായിരുന്നോ? പറഞ്ഞിരുന്നു. അത് പറഞ്ഞായിരുന്നു അല്ലേ? സെക്കൻഡ് പേജ് മിസ് ഇനി പറയേണ്ടത്. സെക്കൻഡ് പേജ് പറയണോ അല്ലേ? ഓക്കെ. നിങ്ങളൊന്ന് റീഡ് ചെയ്യൂ ആദ്യം. ആ പേജ് സെക്കൻഡ് പേജ് ഒന്ന് ഫുൾ ആയിട്ട് റീഡ് ചെയ്യൂ. മൈൻഡിൽ റീഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരാളെ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യിപ്പിക്കാം. then നമുക്ക് ഡിസ്കസ് ചെയ്യാം. റീഡ് ചെയ്ത് കഴിയുമ്പോൾ തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ. അമ്പിളിയുടെ വായിച്ചു കഴിഞ്ഞോ? റീഡ് ചെയ്ത് കഴിഞ്ഞോ? അമ്പിളി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ എന്താണെന്ന്? ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്, സെക്കൻഡ് പേജ് പാരഗ്രാഫിൽ പറയുന്നത്. കുട്ടികള് സംസാരിക്കുമ്പോ അത് ഡെവലപ്പ് ചെയ്യുമ്പോ സംസാരത്തിന്റെ തുടക്കം അക്ഷരസ്ഫുടത എന്നല്ലേ പറയണത്, അതൊന്നും ക്ലിയർ ആയിരിക്കില്ല. അതിന് ലിമിറ്റ് ഉണ്ടായിരിക്കും. അത് ഞാൻ ഈ സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് വായിച്ചത്. ഈ മേലത്തെയാണോ വായിക്കേണ്ടത്? അതെ അതെ, ആ ഫസ്റ്റ് പാരഗ്രാഫ്, സെക്കൻഡ് പേജ് പാരഗ്രാഫ് തുടങ്ങിയിട്ടാണ് വായിക്കേണ്ടത്. വേറെ ആരെങ്കിലും, അമ്പിളിനോട് ഞാൻ പിന്നെ ചോദിക്കാം, സീക്വൻസ് ചോദിക്കാം. വേറെ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഒന്ന് പറയാമോ? എനിവൺ?
സെക്കൻഡ് പേജിലെ ഫസ്റ്റ് പാരഗ്രാഫ്. ശ്രീലക്ഷ്മി. നമ്മളൊരു കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ സ്പീച്ച്, വൊക്കാബുലറി അല്ലെങ്കിൽ അവര് ലെങ്ത് എത്രത്തോളം, ചിലപ്പോൾ ഷോർട്ട് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ലോങ് സെന്റൻസസ് ആയിരിക്കും. അങ്ങനെ അവർ റെസ്പോൺസ് ചെയ്യണതിന്റെ ലെങ്ത്, ഇതെല്ലാം ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് ആണ്. അപ്പോൾ ആദ്യം ബിഗിനിങ് സ്റ്റേജിൽ ഇവരുടെ വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിരിക്കും. ചിലപ്പോൾ ജനിക്കുന്ന സമയത്തൊന്നും കുഞ്ഞുങ്ങൾ ഒരു ശബ്ദം തന്നെ ഉണ്ടാക്കിയെന്ന് വരില്ല. പിന്നീട് അങ്ങോട്ടാണ് അതിന്റെ ലെങ്ത് കൂടി വരുന്നത്. അപ്പൊ ആ ബിഗിനിങ് സ്റ്റേജിൽ അത് വളരെ ഷോർട്ട് ആയിരിക്കും. പിന്നെ പതുക്കെ പതുക്കെയാണ് കണ്ടിന്യൂസ് ഇൻക്രീസ് അവരുടെ വൊക്കാബുലറിയിൽ ഉണ്ടാവുക. പ്രത്യേകിച്ച് ചൈൽഡ്ഹുഡിലാണ് ആ ഡെവലപ്മെന്റ് നടക്കുന്നത്. അതിന്റെ 2 കാരണങ്ങളായിട്ട് പറയുന്നത്, ഒന്ന് അവരുടെ ആവശ്യങ്ങൾ അവർക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ പറ്റൂ. ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം വേണമെങ്കിൽ അത് വേണം എന്ന് പറഞ്ഞേ പറ്റൂ. അവരുടെ ആവശ്യങ്ങൾ തന്നെയാണ് അവരുടെ ഒരു പ്രഷർ എന്ന് പറയുന്നത്. അവരെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം അവരുടെ ആവശ്യങ്ങളാണ്. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഫുള്ളി നമ്മൾ അവരെ പഠിപ്പിക്കും. ഇപ്പൊ സ്കൂളിലായാലും നമ്മൾ വീട്ടിലായാലും അവരെ പഠിപ്പിക്കുന്നത് വഴി അവർക്ക് ചെറിയ ചെറിയ ലെറ്റേഴ്സും ചെറിയ ചെറിയ സൗണ്ട്സും ചെറിയ വേർഡ്സും ഒക്കെ അവർക്ക് കിട്ടും. ഇങ്ങനെ പ്രധാനമായിട്ടും കുട്ടികൾക്ക് കിട്ടുന്നത് ഒന്ന് അവരുടെ ആവശ്യങ്ങളിലൂടെയും 2 നമ്മൾ അവരെ പഠിപ്പിക്കുന്നതിലൂടെയാണ്. ഇനി മെയിൻ്റനൻസ് ഓഫ് പാസ്റ്റും ഉണ്ട്, അതുപോലെ അഡീഷൻ ഓഫ് ന്യൂ വേർഡ്സും ഉണ്ട്. അവർക്ക് ഓൾറെഡി അറിയാവുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ വേണം എന്നുള്ളതൊക്കെ അവർക്ക് ഓൾറെഡി അറിയായിരിക്കും. സെന്റൻസ് ആയിട്ട് പറയില്ലെങ്കിലും അത് വേണം, അത് അവർ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അത് അവർക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളെയാണ് മെയിൻ്റനൻസ് ഓഫ് പാസ്റ്റ് എന്ന് പറയുന്നത്. അഡീഷൻ ഓഫ് ന്യൂ വേർഡ്സ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് കുട്ടി പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് വഴി അവർക്ക് കുറച്ചും കൂടി വേർഡ്സും സെന്റൻസസ് ഒക്കെ അവരുടെ വൊക്കാബുലറിയിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് അവരുടെ റീഡിംഗ് ഹാബിറ്റിനെയും ഇൻട്രസ്റ്റിനെയും ഒക്കെ അനുസരിച്ചിട്ടാണ്. അത് മുതിർന്നവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ നമുക്ക് അറിയാവുന്ന സിമ്പിൾ ഇംഗ്ലീഷാണ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, ഗീവ് മീ ദാറ്റ് അങ്ങനെയൊക്കെ. പക്ഷെ റീഡിംഗ് ഹാബിറ്റ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു പുസ്തകത്തിലൊക്കെ നല്ല നല്ല ഫ്രേസസ് ഒക്കെ നമുക്കൊരു 2-3 വട്ടം വായിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിക്കും. ഇതിന് പകരം ഇങ്ങനെയും യൂസ് ചെയ്യാം എന്നുള്ളത് റീഡിംഗ് ഹാബിറ്റ് ഉള്ള കുട്ടികൾക്ക് കുറച്ചും കൂടി വൊക്കാബുലറിയും വേർഡ്സും ഒക്കെ കൂടുതലായിട്ട് കിട്ടും അവർക്ക്. പിന്നെ പാറ്റേൺ ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നതും അവരുടെ ഏജിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആദ്യം അവര് വേണമെന്ന് പറയുന്നത് പോലെയല്ല, കുറച്ചും കൂടി വലുതാവും തോറും അത് വേണമെന്ന് ശാഠ്യം പിടിച്ച് വാശി പിടിക്കാനായിട്ട് അവർ തുടങ്ങും. അങ്ങനെ തുടങ്ങുമ്പോൾ നിർബന്ധപൂർവ്വം വേണമെന്നുള്ളത് പറയാൻ വേണ്ടി കുറച്ചും കൂടിയൊക്കെ സ്ട്രക്ചർ അല്ലെങ്കിൽ വേർഡ്സിന്റെ സ്ട്രക്ചറിലൊക്കെ മാറ്റം വരും. അപ്പൊ കുട്ടിയുടെ ഏജിനനുസരിച്ച് അവരുടെ വൊക്കാബുലറിയും സ്പീച്ചും ഒക്കെ മാറിക്കൊണ്ടേയിരിക്കും. നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോ ഒന്ന് ശ്രദ്ധിക്കുക. The development of speech, vocabulary, length of response are some of the important aspects of language improvement. അതായത് സംസാരിക്കുന്നതിലുള്ള എന്താ പറയാ പുരോഗതി, അതുപോലെ തന്നെ കുട്ടിയുടെ എന്താ പറയാ വൊക്കാബുലറി, പദപരിചയം, നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ റിപ്ലൈ ചെയ്യാനുള്ള കുട്ടിയുടെ കഴിവ്, ഇതൊക്കെ ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതായത് ഇതൊക്കെ കണക്റ്റഡ് ഫാക്റ്റുകളാണ് എന്തുമായി ബന്ധപ്പെട്ട്, ഒരു കുഞ്ഞിന്റെ ലാംഗ്വേജ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട്. പിന്നെ കുഞ്ഞ് ജനിച്ച് ഒപ്പം തന്നെ എന്ത് ചെയ്യില്ല, കുഞ്ഞ് വർത്താനം പറയാറില്ല, അല്ലെങ്കിൽ കുഞ്ഞ് ലാംഗ്വേജ് ഉപയോഗിക്കില്ല അല്ലെ. ചെറിയ ചെറിയ കരച്ചിലുകൾ അല്ലെങ്കിൽ മുഴക്കങ്ങൾ, ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെയാണ് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുക ഫസ്റ്റ് ടൈം കുട്ടികളിൽ ഉണ്ടാവുക. അപ്പൊ അവരുടെ ഒരു വെക്കാബുലറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് ആ ഒരു ഇതെന്ന് പറയുന്നത് എന്താണ്, തീർത്തും ലിമിറ്റഡ് ആയിട്ടുള്ള, പരിമിതമാണ്. കൂടുതലായിട്ട് നമുക്ക് കുട്ടികളിൽ നിന്ന് നമുക്ക് വേർഡ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കിട്ടാറില്ല. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്ത് വരുന്നത് അവരുടെ ചൈൽഡ്ഹുഡിൽ തന്നെയാണ്. അതായത് അവരുടെ കുട്ടിക്കാലത്ത് തന്നെ അവരുടെ വൊക്കാബുലറി നമുക്ക് ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവരുടെ വൊക്കാബുലറി എന്താ പറയാ കൂടുതൽ ഡെവലപ്പ് ആവുന്നത് കാണാനായിട്ട് സാധിക്കും. അതിന് ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഒരാളുടെ വൊക്കാബുലറി എങ്ങനെയാണ് ഡെവലപ്പ് ആകുന്നത്, പലതരത്തിൽ ഡെവലപ്പ് ആവാം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടോ? എങ്ങനെയാണ് ഒരാളുടെ വൊക്കാബുലറി ഡെവലപ്പ് ആയി വരുന്നത് ചെറുപ്പകാലം തൊട്ട്? ഒരാള്, എന്നൊരു കാര്യം പറഞ്ഞു തീർക്കട്ടെ, 2 പറഞ്ഞാൽ മതി. അതായത് ഒരാള് കുട്ടിക്കാലത്തുള്ള ഒരാള് കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ ആ കുട്ടിക്കാലത്തുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ധാരാളം വേർഡ്സുകൾ എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. അപ്പോ വലുതായി കഴിയുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ഡിഫറൻസ് ഉണ്ടാകുന്നത്? എന്തുകൊണ്ടായിരിക്കാം?
അവര് കൂടുതലായിട്ടും മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് കുട്ടിക്കാലം. അപ്പൊ എന്റെ മോൻ ഇപ്പൊ നഴ്സറി പോയി തുടങ്ങിയതിന് ശേഷം അതിനൊരു എക്സാമ്പിൾ ആണ്. ഒരുപാട് ബാഡ് വേർഡ്സ് അവൻ പഠിച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടിലൊന്നും അങ്ങനെ സംസാരിക്കാറില്ല. പറയാത്ത വാക്കുകളൊക്കെ അംഗൻവാടിയിൽ പോയി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എടാ പോടാ അങ്ങനെ ഒന്നും വിളിക്കാറില്ല. പക്ഷെ ഇവൻ എടാ പോടാ വിളിക്കും. അതുപോലെ കുറേ വാക്കുകളുണ്ട്. പട്ടി അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഇവൻ സംസാരിക്കുമ്പോൾ നമ്മൾ തോന്നാറുണ്ട് ഇത് നമ്മൾ സംസാരിക്കാത്ത വാക്കുകളാണല്ലോ. പക്ഷെ അത് ആ ഒരു അംഗൻവാടിയിൽ പോയിട്ട് വന്ന ചേഞ്ച് ആണ്. അതുപോലെ തന്നെ നല്ല ചേഞ്ചസും ഉണ്ട്. ഇപ്പൊ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങളും കുട്ടി വീട്ടിൽ വന്ന് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്ത് ആക്ഷൻ സോങ്ങും അതൊക്കെ കാണിക്കും. അപ്പൊ നമ്മളത് പഠിപ്പിച്ചു കൊടുത്തിട്ടല്ല പലതും. അതുപോലെ കുക്കിങ്ങിന്റെ ചില നമ്മൾ കേൾക്കാത്ത കറികളുടെ പേരും അങ്ങനത്തെ ഒക്കെ വീട്ടിൽ വന്ന് പറയുന്ന അംഗൻവാടിയിൽ ഇതായിരുന്നു. അതൊന്നും നമ്മുടെ ചിലപ്പോൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ പോലും അതിന്റെ പേരൊക്കെ വന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. അതുപോലെ ബാഡ് വേർഡ്സും നന്നായിട്ട് പറയാൻ തുടങ്ങുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അതെനിക്ക് തോന്നുന്നു കേട്ട് പഠിക്കണതാ. ഇമിറ്റേറ്റ് ചെയ്യാൻ അവർക്ക് എളുപ്പമാണ്. വലിയ ആൾക്കാർ അല്ലെങ്കിൽ കൂടെ ഉള്ളവര് എപ്പോഴും കൂടെയുള്ള ആൾക്കാർ എന്ത് പറയുന്നോ അത് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് കേട്ട് പഠിക്കാം അല്ലെ? ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ കേട്ട് പഠിക്കാം. പിന്നെ വേറെ എന്താണ് കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ അവരുടെ വെക്കാബുലറി എങ്ങനെയാണ് നാൾക്ക് നാളായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നത്? വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നുണ്ട് കണ്ടുപിടിക്കുക വീഡിയോസ് ലിസണിങ് കപ്പാസിറ്റി കൂടുമല്ലോ. ഓക്കെ, അത് പറയൂ. അത് എന്റെ കുട്ടികളോട് ചോദിക്കാം കേട്ടോ. നിഹാലാണ് പറ. അത് കണ്ടുപഠിക്കുക, ഓരോ കാര്യങ്ങൾ കണ്ടുപഠിക്കുക, കുട്ടികളെ നോക്കി പഠിക്കുക. പിന്നെ കാർട്ടൂണും സിനിമ അതൊക്കെ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ കണ്ടുപഠിക്കുക. ഓക്കെ, നിങ്ങളോട് ഞാൻ സോറി കേട്ടോ ഞാൻ ചോദിക്കുന്നതില്, അതായത് ഞാനൊരു ബാച്ചിൽ ഇത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളോടാണോ എന്നൊക്കെ സംശയമുണ്ട്. ഞാൻ ഈ ചെറിയ ചെറിയ കഥാബുക്കുകളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കളിക്കുടുക്ക, ബാലരമ പോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കുട്ടി വലുതായി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചും കൂടി വലുതായി, അതായത് അവരുടെ എന്താണ് നഴ്സറി ക്ലാസ്, അതുപോലെ തന്നെ പ്രീ പ്രൈമറി, അപ്പർ പ്രൈമറി അതൊക്കെ കഴിഞ്ഞ് ഹൈസ്കൂൾ കാലഘട്ടം ആവുമ്പോഴത്തേക്കും കുട്ടിയുടെ എന്താ പറയാ ലാംഗ്വേജ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും അല്ലെ? അവന്റെ സംസാരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാം, ശബ്ദത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ശബ്ദത്തിലുള്ള മാറ്റങ്ങളുടെ ഫിസിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങളുള്ള ഒന്നാണ് കേട്ടോ. അല്ലെങ്കിൽ ലാംഗ്വേജ് ആയിട്ട് ബന്ധമില്ല, എന്നാലും പറയുവാണ്. മൊത്തത്തിലൊരു ടോട്ടൽ ആയിട്ടുള്ള ടീനേജ് പ്രായം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആയിട്ടുള്ള ഒരു ചേഞ്ചിന്റെ ഒരു കാലഘട്ടം എന്ന് പറയും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് കൂടുതൽ കൂടുതൽ ബുക്സുകൾ വായിക്കാനായിട്ട് തുടങ്ങും കുട്ടികൾ. വായിക്കുന്ന ഇപ്പോഴത്തെ കുട്ടികളോട് എനിക്ക് അതിന് എന്താ പറയാ സ്കുലാരിറ്റി ഉണ്ടോന്ന് അറിയില്ല. ചില കുട്ടികൾ വായിക്കാം, ചില കുട്ടികൾ എപ്പോഴും ഫോണിലും ടിവിയിലൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ വല്ല കളികളിലൊക്കെ ഏർപ്പെടാം. എന്നാൽ കുറച്ചുപേരെങ്കിലും എന്ത് ചെയ്യാം, വായിക്കാവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ വായിക്കുമ്പോൾ അതായത് അവൻ ഓരോരോ ബുക്കുകൾ ഓരോരോ സമയത്തായിട്ട് വായിക്കുവാണ്. ലൈബ്രറി ബുക്സ് ആണെങ്കിൽ അതായത് ഏതെങ്കിലും കഥയാകട്ടെ, കവിതയാകട്ടെ, നോവലാകട്ടെ, എന്ത് തരം ബുക്സ് എങ്കിലും ആയിക്കോട്ടെ, ഇത് നമ്മൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് കൂടുതൽ കൂടുതൽ വേർഡ്സ് അവൻ റിക്കൗണ്ട് ചെയ്യാണ്. ഓക്കെ, ഓരോ പുതിയ വേർഡ്സും അവൻ കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങുന്നു. അല്ലെങ്കിൽ അവന്റെ എഴുത്തില് ഇപ്പൊ അവനൊരു എക്സാം എഴുതുമ്പോൾ അവന്റെ ആ ഒരു എഴുത്തില് ഈ ഒരു വേർഡ് കടന്നു വരാനായിട്ട് തുടങ്ങും. സാധാരണ നമ്മൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷ മാറ്റി നിർത്തിയിട്ട് ഇത്തരത്തിലുള്ള അച്ചടി ഭാഷ, അതായത് പ്രിന്റിംഗ് വേർഡ്സ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും കുട്ടികൾ. അത് ഇത്തരത്തിലുള്ള ബുക്കുകൾ, ധാരാളം ബുക്സുകൾ വായിക്കാൻ മെനക്കെടുന്ന കുട്ടികൾക്കാണ് അത്തരത്തിലുള്ള ചേഞ്ച് ഉണ്ടാവുക. ഓക്കെ, ഇനി വായിക്കാൻ ശീലമുള്ള ഒരാളെന്ന് പറഞ്ഞാല് വായന എപ്പോഴും ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കും. വായന അവർക്ക് മടിക്കില്ല. അപ്പൊ ഒരു പ്രായമാകും തോറും എന്ത് ചെയ്യും, അവരിങ്ങനെ ഓരോരോ ബുക്കുകൾ അവരുടെ പ്രായത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ബുക്കുകൾ തിരഞ്ഞെടുക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ തിരഞ്ഞെടുത്ത് ലാസ്റ്റ് പ്രായമാകുമ്പോഴും അവരുടെ എന്താ പറയാ അവരുടെ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ അവരുടെ വേർഡ്സിന്റെ ആ ഒരു വൊക്കാബുലറി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വലുതായിരിക്കും. നമുക്കത് കാണാനായിട്ട് സാധിക്കും. നമ്മൾ തന്നെയാണ് വായിക്കുന്നതെങ്കിൽ, ഇപ്പൊ നമ്മൾ വായിക്കുന്ന ഒരു വ്യക്തിയാണ്, ഭയങ്കരമായിട്ട് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ കുറച്ചുകൂടി, അതായത് നമ്മളിങ്ങനെ നമ്മുടെ ഓരോ നാള് കഴിയുന്നതോടും നമ്മളിങ്ങനെ ബുക്കുകൾ വായിച്ചു കൂട്ടുകയും അതിൽ നിന്ന് ധാരാളം വേർഡ്സ് പിക്കൗട്ട് ചെയ്യുകയും അത് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഭാഗമാക്കുകയും ചെയ്യുന്നുണ്ട്.
അത്തരത്തിലുള്ള ഒരു വായന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാംഗ്വേജ് ഡെവലപ്മെന്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ള ലൈബ്രറി ബുക്സുകൾ കേട്ടോ. അതൊരു പോയിന്റ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ അതാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. ഇനി സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഞാൻ അമ്പിളിയെ കൊണ്ടാണ് പറയിപ്പിക്കാം എന്ന് പറഞ്ഞത്. അമ്പിളി പറഞ്ഞോളൂ കേട്ടോ. സീക്വൻസ് ഞാൻ പറയാം. സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് പറഞ്ഞാൽ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഓരോ ഘട്ടങ്ങളും ഓരോ കുട്ടികളിലും വ്യത്യസ്തമായിരിക്കും. അത് കാര്യങ്ങൾ ഒന്ന് തന്നെ ആയിരിക്കുമെങ്കിലും അവർ അവരുടേതായ രീതികളിൽ വ്യത്യസ്തമായിട്ടായിരിക്കും അത് പ്രകടിപ്പിക്കുന്നത്. അത് ഓരോ ഏജിലും ഓരോ വളർന്നു വരുന്ന ഓരോ ഏജിലും അതിന് ഇങ്ങനെ ഡെവലപ്പ് സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അറ്റ് ബർത്ത് ലാംഗ്വേജ് ഈസ് പ്രാക്ടിക്കലി ആബ്സെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ആബ്സെന്റ് ആയിരിക്കും. ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആബ്സെന്റ് ആയിരിക്കും. അത് കരച്ചിൽ മാത്രമായിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവുക. അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അവർ കരയുക, അങ്ങനെ അതിലൂടെയാണ് അവർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുക. കരച്ചിൽ മാത്രമാവും അങ്ങനെ ഉണ്ടാവുക ആ സമയത്ത്. പിന്നീട് ഒരു 4 ആഴ്ച കഴിയുമ്പോഴേക്കും അത് അവർക്ക് ഇങ്ങനെ ത്രോട്ട് സൗണ്ട് ആർ നോട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊണ്ടയിൽ നിന്ന് ഇങ്ങനെ സൗണ്ട് ഉണ്ടാവാൻ തുടങ്ങും. ഒരു 4 ആഴ്ച ആകുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി തുടങ്ങും. പിന്നെ ഒരു 16 ആഴ്ച ആകുമ്പോഴേക്കും അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്മൈലായിരിക്കും. കുട്ടികൾ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. ചില കുട്ടികൾ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി തുടങ്ങും. ഇങ്ങനെ കൂയി എന്നുള്ള അങ്ങനെ ഒരു കൂയിങ് ഒരു സ്റ്റേജിലായിരിക്കും 16 വീക്ക് ആകുമ്പോൾ. പിന്നീട് ഒരു 28 ആഴ്ചയാകുമ്പോൾ അവർക്ക് ബാബ്ലിംഗ് സ്റ്റേജ് ആണ്. ബാബ്ലിംഗ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ബാബ അങ്ങനെ നമ്മള് ഒരു കുട്ടികളെയൊക്കെ ഇങ്ങനെ കളിപ്പിക്കുമ്പോ ഒക്കെ നമ്മളിങ്ങനെ കുട്ടികളെ കടത്തി കളിപ്പിക്കുമ്പോ നമ്മളിങ്ങനെ വലിയോരിങ്ങനെ ഓരോന്ന് പറയുമല്ലോ. അപ്പൊ അതിനനുസരിച്ചിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു ഈ ബാബ്ലിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്, ബാബ്ലിംഗ് സൗണ്ട് എന്ന് പറയുന്നത് കുട്ടികള് ബാബ എന്നൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾക്ക് അതിനകത്ത് ശ്രദ്ധിക്കാൻ പറ്റും, കുട്ടികളുടെ തുപ്പല് വരുന്നത് കാണാൻ പറ്റും. വായിലിരുന്ന് വരുന്നത് തുപ്പല് വന്നിട്ടാണ് ആ ശബ്ദം പുറപ്പെടുവിക്കുന്നത് കേട്ടോ. ചുണ്ടോണ്ടാവും അവര് കൂടുതൽ ഇങ്ങനെ കാണിക്കുക. അവർക്ക് ആക്ഷൻ കാണിക്കാൻ അവര് ചുണ്ടോണ്ടാ അങ്ങനെ വായോണ്ടൊക്കെ അങ്ങനെ സംസാരിക്കാൻ അങ്ങനെയുള്ള ഒരു വ്യഗ്രത കാണിക്കുക അവര്. അപ്പൊ നമ്മളങ്ങനെ അവരോട് ഇങ്ങനെ അതാണോ ഇതാണോ അങ്ങനെ ചോദിക്കുമ്പോ അവര് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചിലവരുടെ അതായത് കൂടുതലായിട്ട് മുന്നേറി വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവര് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെയുള്ള ചില സൗണ്ടുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ താഴേക്ക് മുന്നീരൊഴുകി ഇതൊക്കെയാവും. അപ്പൊ നമ്മളിങ്ങനെ തുടച്ച് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ സ്റ്റേജിൽ വരുന്നതാണ്. അപ്പൊ ലാംഗ്വേജ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് ആ ബാബ്ലിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് അതാണ് കേട്ടോ. അത് നോട്ട് ചെയ്യുക. ഇനി അമ്പിളി പറഞ്ഞോളൂ. 40 ആഴ്ച ആകുമ്പോഴേക്ക് അവര് സൗണ്ട്സ് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ വലിയവരുടെ സൗണ്ട് ഒക്കെ അവര് പറയണതൊക്കെ അവരിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. അവരുടേതായ രീതിയിൽ നമ്മൾ വലിയ അച്ഛനും അമ്മയൊക്കെ പറയണത് അവരുടേതായ രീതിയിൽ അവര് ഇമിറ്റേറ്റ് ചെയ്യാൻ ഇങ്ങനെ തുടങ്ങും. പിന്നെ 52 ആഴ്ച ആകുമ്പോഴേക്ക് അവര് 1-2 വേർഡ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേർഡ് ഇങ്ങനെ പറയാൻ ശ്രമിക്കും. 18 മാസം ആകുമ്പോഴേക്ക് അവര് ഒരു സെന്റൻസ് ഇങ്ങനെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തുടങ്ങും. അതിന്റെ ഒരു തുടക്കമായിട്ട് അങ്ങനെ ചില കുട്ടികളൊക്കെ അങ്ങനെ തോന്നും. പിന്നെ 24 മാസം ആകുമ്പോഴേക്ക് അവര് ഇങ്ങനെ ഓരോ ഇങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങും. നമ്മൾ എന്താണ് എന്നുള്ളത്, പറയുന്നത് എന്താന്നുള്ളത് ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ അതിനോട് ഇങ്ങനെ പ്രതികരിക്കാൻ തുടങ്ങും. പിന്നെ 24 മാസം ആകുമ്പോഴേക്കും 36 മന്ത് ആകുമ്പോഴേക്കും അവർ കുറെ വാക്കുകൾ ഇങ്ങനെ അവർക്ക് ഇങ്ങനെ പറയുന്നതിൽ ഒരു പുരോഗമനം ഉണ്ടാവും. കുറെ വാക്കുകൾ ഇങ്ങനെ കൂടുതൽ വാക്കുകളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവർ ശ്രദ്ധിക്കാനും അങ്ങനെ തുടങ്ങും. അവർ നമ്മളെ ഇങ്ങനെ വലിയവര് പറയുന്നതൊക്കെ ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങും. ചെറിയ ക്വസ്റ്റ്യൻസിനൊക്കെ അവര് ആൻസർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പറയാൻ ശ്രമിക്കും. നമ്മളിങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതെന്താ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ മേലേക്കൊക്കെ നോക്കിയിട്ട് എന്താന്നൊക്കെ ചോദിക്കുമ്പോഴൊക്കെ അങ്ങനെ ആൻസർ ഒക്കെ പറയാൻ തുടങ്ങും. പിന്നെ 4 വയസ്സാകുമ്പോഴേക്കും അവർക്കത് മനസ്സിലാക്കാനും അവർക്ക് സ്വയം ഇങ്ങനെ സംസാരിക്കാനൊക്കെ ഉള്ള ഒരു ഏജ് ആണ്. ഒരു 4 വയസ്സാകുമ്പോഴേക്കും അവര് വാക്കുകളൊക്കെ കൂട്ടി സംസാരിക്കാനും അവർക്ക് എന്താണ് കാര്യങ്ങളെന്ന് വ്യക്തമായിട്ട് ഇങ്ങനെ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കാനും പേരൻസ് പറയണതിന് ഇങ്ങനെ ആൻസർ ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള ഒരു ഏജ് ആണ് 4 വയസ്സാകുമ്പോഴേക്കും അവർക്ക്. പിന്നെ 5 വയസ്സാകുമ്പോഴേക്കും അവര് സ്വയം സംസാരിക്കാൻ തുടങ്ങും. ഒരു കാര്യങ്ങള് എന്താണെന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന തരത്തില് സംസാരിക്കാനുള്ള ഒരു കഴിവ് 5 വയസ്സാകുമ്പോഴേക്കും ഉണ്ടായി തുടങ്ങും. ഓക്കെ.
പുള്ളി പറഞ്ഞത് കറക്റ്റ് ആണ്. ബർത്ത് ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ആബ്സെന്റ്. അതായത് കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാറില്ല, സംസാരിക്കാറില്ല, കരച്ചിലാണ് ഉണ്ടാവുക അല്ലെ. അതുകൊണ്ടാണ് ബർത്ത് ലാംഗ്വേജ് എന്ന് പറയുന്നത് ആബ്സെന്റ് ആണെന്ന് പറയുന്നത് കേട്ടോ. Then at about 4 weeks, small throat sounds are noticed. 4 ആഴ്ച പ്രായമാകുമ്പോൾ തൊണ്ടയിൽ നിന്ന് നേരിയ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് തുടങ്ങും. Then the starting point in language development is the child smile and cooing at the age of 16 weeks. അതായത് കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കുട്ടികളുടെ ചിരിയും അതുപോലെ തന്നെ 16 വീക്സിലുള്ള അവരുടെ കൂയിങ് സൗണ്ടുമാണ്. Then 28 weeks ആവുമ്പോൾ ബാബ്ലിംഗ് സ്റ്റേജ്. എന്താണ് ബാബ്ലിംഗ് എന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു. അപ്പോ ആ ഒരു സ്റ്റേജ് തുടങ്ങുന്ന ഒരു സമയം. Then around 40 weeks, the baby imitates sounds made by adults and takes these sounds into the sound system. Now the baby says one word. 40 ആഴ്ച പ്രായമുള്ളപ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നു, അതായത് അവരുടെ കൂടെയുള്ള, അതായത് അച്ഛനും അമ്മയായിക്കോട്ടെ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, അവരുടെ സൗണ്ട്സ്, അവർ പറയുന്ന കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു സമയമാണത് ഈ 40 വീക്സ് എന്ന് പറയുന്നത്. പിന്നെ അവരുടെ ഉള്ളിലേക്ക് എടുക്കുന്നു. ഓക്കെ, അവരുടെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് എന്ത് എടുക്കുന്നു, പറയുന്ന, അതായത് അവരുടെ ചുറ്റുമുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ ഉള്ളിലേക്ക് എടുക്കുന്നതും അതുപോലെ തന്നെ ചെറിയ ചെറിയ വേർഡ്സുകള്, അതായത് കുഞ്ഞു കുഞ്ഞു തീരെ മൈന്യൂട്ട് ആയിട്ടുള്ള കുഞ്ഞു വേർഡ്സുകൾ എന്ത് ചെയ്യുന്നു, പറയാനായിട്ട് തുടങ്ങുന്നു. 52 വീക്സ് ആവുമ്പോൾ കുഞ്ഞെന്ത് ചെയ്യുന്നു, ഒന്നല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വാക്കുകൾ പറയാനായിട്ട് ആരംഭിക്കുന്ന ഒരു സമയമാണ് 52 വീക്സ് എന്ന് പറയുന്നത്. ഈ വീക്സ് നിങ്ങൾ എന്തായാലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, അപ്പൊ കാരണം എക്സാമിന് ചോദിക്കാം. ഓക്കെ. Then around 18 months, the baby combines words to form basic sentence pattern. അതുപോലെ തന്നെ 18 മാസം പ്രായമുള്ളപ്പോൾ കുഞ്ഞ് കമ്പൈൻ വേർഡ്സ്, അതായത് 2 വേർഡ്സ് തമ്മിൽ കമ്പൈൻ ചെയ്യാൻ, യോജിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അതൊരു സെന്റൻസ് ആയിട്ട് പുറത്തു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ. അറൌണ്ട് 24 months എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് 2 വയസ്സ് അല്ലെ, 2 വയസ്സ് പ്രായമുള്ളപ്പോൾ കുട്ടി സിമ്പിൾ ആയിട്ടുള്ള ഫ്രേസസും അതുപോലെ തന്നെ സിമ്പിൾ ഡയറക്ഷനും ഒക്കെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്നു. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥലം കാണിക്കുമ്പോൾ അങ്ങോട്ട് നോക്കുന്നു, ഡയറക്ഷനിലോട്ട് നോക്കുന്നു, ആ ഒരു ഇതാണ് പറയുന്നത് കേട്ടോ. 36 months എന്ന് പറഞ്ഞാൽ 3 വയസ്സാണ്. 3 വയസ്സാവുമ്പോൾ ചൈൽഡിന്റെ വൊക്കാബുലറി എന്ന് പറയുന്നത് ഇൻക്രീസ് ആയി വരുന്നു. അതുപോലെ തന്നെ സെന്റൻസുകളായിട്ട് ടോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ചില ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് തുടങ്ങും. Then around 4 years, the child uses conjunction and understands preposition. അതായത് 4 വയസ്സ് പ്രായമാകുമ്പോൾ കൺജങ്ഷൻ അതുപോലെ പ്രിപ്പോസിഷൻ, അതായത് ചില വാക്കുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചില പ്രിപ്പോസിഷൻ ഒക്കെ ചേർക്കാറുണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. 5 years ആകുമ്പോൾ എന്താണ്, ധാരാളം വേർഡുകൾ കുട്ടി പറയാനായിട്ട് തുടങ്ങുന്ന സമയമാണത് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടത്. ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റിലെ ഒരു PDF ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അതുമായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ടോ? ഈ കാര്യങ്ങൾ പറഞ്ഞത് ഹെൽപ്ഫുൾ ആകുന്നുണ്ടോ? ആ കാര്യം പറഞ്ഞു തന്നത് അല്ലെങ്കിൽ കാണിച്ചു തന്നത് അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഓക്കെ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയത് ചില പ്രശ്നങ്ങൾ ആണ് പറയുന്നത് കേട്ടോ. സ്പീച്ച് ഡിസോർഡേഴ്സിനെ കുറിച്ച് ട്രാൻസ്മിഷൻ, ഷട്ടറിങ്, സ്റ്റാമറിങ്, അതൊക്കെ ഇത് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ മാത്രം മതി. അത് നമുക്ക് അധികം ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി കേട്ടോ. അടുത്തൊരു കാര്യം പറയുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. The important factors that influence language development ആണ്. ആരാ വായിക്കുക ഇത്? ഞാൻ വായിക്കാം. ഞാൻ ഓഫീസിലാണ്, എന്നാലും വായിക്കാം. ഓക്കെ. Factors influencing language development. The important factors that influence language development are the child maturity pattern, child's maturity level or more
particularly his physical and motor development, influence his grammatical behavior at different ages. Around 6 months, her parents heard her producing sound like Baba, Mama, Papa. The development of such letter sound is called bubbling. Anu's mother is very happy when Anu articulates her first meaningful word Ma around the age of 9 months. She had articulated this word on seeing her mother. When a child uses the word milk, it carries a whole sentence in it, depending on the context. It may mean that the child wants milk or that she is full and does not want any more. Also, one word may be used to name several objects. For example, all four-legged animals may be called by the one word, dog. It is gradually she learns the difference and learns to use specific names like cow, goat, and horse. At about 18 months, Anu had a vocabulary of about 50 words. As her second year birthday solicited, Anu could link two words and make a sentence like my doll, papa, pen, mama office, papa office, etc. By the second birthday, a child can create about 100 words. Malayalam. മലയാളം എക്സ്പ്ലെയിൻ ചെയ്തോളൂ കേട്ടോ. ആ ഒരു എക്സാമ്പിൾ ആയിട്ട് തോന്നുന്നില്ലേ? ഒരു കുട്ടിയുടെ എക്സാമ്പിൾ പറയുന്നല്ലേ ഇവിടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. അതായത് ആദ്യ മാതാപിതാക്കള് ബാബ അങ്ങനെയുള്ള മാമ പാപ്പ എന്നൊക്കെയുള്ള സൗണ്ട് വെച്ചിട്ട് കുട്ടികള് പറയുന്നത്. പിന്നെ ബബ്ലിംഗ് സൗണ്ട് ഇപ്പൊ നേരത്തെ ടീച്ചർ പറഞ്ഞല്ലോ അതുപോലത്തെ ഇത്. പിന്നെ എന്താണ് അമ്മ എന്ന് വിളിക്കണതും ശരിക്കും ഓഫീസിലായതാരണേ ക്ലിയർ ആവണമില്ല. പിന്നെ പാല് എന്ന വാക്ക് ഉച്ചരിക്കുമ്പോഴത്തേക്ക് അതിലൊരു വാക്കുകളൊക്കെ അടങ്ങിയിരിക്കണല്ലേ. പിന്നെ കുട്ടിക്ക് പാല് വേണം, അല്ലെങ്കിൽ അവൾക്ക് വയറ് നിറഞ്ഞിരിക്കുന്നു, ഇനിയൊന്നും വേണ്ട, അങ്ങനെയൊക്കെ അർത്ഥമാക്കുന്നുണ്ടല്ലോ. പിന്നെ നിരവധി വസ്തുക്കൾക്ക് പേരിട ഒരു വാക്ക് ഉപയോഗിക്കാം. 4 കാലുള്ള എല്ലാ മൃഗങ്ങളുടെയും നായ എന്ന ഒറ്റ വാക്കില് വിളിക്കത്തില്ല. ക്രമേണ പശു, ആട്, കുതിര തുടങ്ങിയ പ്രത്യേക പേരുകൾ ഉപയോഗിക്കാൻ പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ 18 മാസമാകുമ്പോൾ ഏകദേശം 50 വാക്കുകളുടെ പദാവലി ഉണ്ടായിരിക്കും. 2ാം വയസ്സിൽ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ അനുവിന് 2 വാക്കുകൾ ബന്ധിപ്പിച്ചിട്ട് എന്റെ പാവ, അല്ലെ പപ്പാട് പേന, മമ്മ ഓഫീസിൽ പോയി, അങ്ങനെയൊക്കെ ഉള്ള വാക്കുകളൊക്കെ ഉച്ചരിക്കുന്നത്. പിന്നെ ഏകദേശം 100 വാക്കുകൾ ഒക്കെ ഉപയോഗിക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കും. താങ്ക് യു. താങ്ക് യു മുംതാസ്. അപ്പൊ കുട്ടിക്ക് 6 മാസം പ്രായമുള്ളപ്പോൾ, അതായത് 6 months ഇയർ പാരന്റ്സ് ഹേർഡ് ഹർ പ്രൊഡ്യൂസിങ് സൗണ്ട്. ചില വേർഡുകൾ കുട്ടി പറയുന്നത് മാതാപിതാക്കൾക്ക് പാരന്റ്സിന് കേൾക്കാൻ പറ്റും. ബാബ, മാമ, പാപ്പ അങ്ങനെയുള്ള വോയിസുകളായിരിക്കും കുട്ടി ആദ്യമായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ എന്താ പറയാ, ബാബ്ലിംഗ് സൗണ്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാബ്ലിംഗ് സൗണ്ടുകൾ കുട്ടി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അനു എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ എക്സാമ്പിൾ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അനുവിന്റെ മദർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹാപ്പിയാണ്. അതായത് മാ എന്ന് പറയുമ്പോൾ, മാ എന്ന് അനു വിളിക്കുമ്പോൾ അനുവിന്റെ മദർ ഇവിടെ ഹാപ്പി ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ 9 മാസം കുട്ടിക്ക് പ്രായമുള്ളപ്പോൾ കുട്ടി എന്താണ് എന്താ പറയാ, ധാരാളം വേർഡുകൾ, ഇത്തരത്തിലുള്ള വേർഡുകൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നു. പിന്നെ മിൽക്ക്, പാൽ എന്നുള്ളൊരു വേർഡ്. അതുപോലെ തന്നെ എന്താ പറയാ, ഇതിനകത്ത് വരുന്നത് ചില ഒബ്ജക്റ്റുകളെ കാണുമ്പോൾ, അതായത് 4 കാലുള്ള മൃഗങ്ങളെ കാണുമ്പോഴൊക്കെ ഡോഗ് ആണ് അല്ലെങ്കിൽ ക്യാറ്റ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടി എന്താ പറയാ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അല്ലെങ്കിൽ കൗവിനൊക്കെ ആകുമ്പോൾ, കോട്ടിനെ കാണുമ്പോഴൊക്കെ അതൊക്കെ 4 legged animals ആണ്, അങ്ങനെയുള്ള കാര്യങ്ങള് കുട്ടി പറയാനായിട്ട് തുടങ്ങുന്നു. പിന്നെ 18 months ആകുമ്പോൾ അനുവിന് 50 വേർഡ്സിന്റെ വൊക്കാബുലറി ആണ് ഉണ്ടാവുക. പിന്നെ എന്താണ്, ഇത് എന്റെ ഡോളാണ്, അല്ലെങ്കിൽ പപ്പയുടെ ഓഫീസ്, പപ്പയുടെ പെന്നാണ്, മമ്മയുടെ ഓഫീസാണ്, അങ്ങനെയുള്ള ചില കോമൺ ആയിട്ടുള്ള സെന്റൻസുകൾ പറയാനായിട്ട്. ഓക്കെ, അത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളൊന്ന് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ ഇവിടെ തീർന്നു.
ഈ ചാപ്റ്റർ മനസ്സിലായോ? ഏകദേശം കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഓക്കെ ആണ്. ചാപ്റ്റർ എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? മിസ് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു മിസ്. ഇപ്പൊ നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ജനറൽ ആയിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചിട്ട് ഈ എക്സാം വരണ സമയത്ത് MCQ പോലെ അറ്റൻഡ് ചെയ്യുമല്ലോ, അതിന് പറ്റും. ഇതിലിങ്ങനെ കുറെ വേർഡ്സ് ഇല്ലേ, ഇപ്പൊ ഇത്ര മന്ത്സിൽ ഇത്ര വേർഡ്സ്, അപ്പൊ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണോ? എക്സാമിന് അങ്ങനെയൊക്കെ ചോദിക്കുമോ? എക്സാമിന് ചോദിക്കാം, നമുക്ക് ചോദിക്കാതിരിക്കാനായിട്ട് ഉള്ളതൊന്നും ഇല്ല, ചോദിക്കാം. കാരണം ആ വീക്സിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ബാബിക് സൗണ്ട് എത്ര വീക്സിലാണ്, അതുപോലെ ക്വീൻ സൗണ്ട് എപ്പോഴാണ്, പിന്നെ എന്താ പറയാ മാമ പാപ്പ ഇതൊക്കെ ആരാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ നമ്മളിപ്പോ പഠിച്ച സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഒക്കെ ഫുൾ അതുപോലെ ചെയ്യേണ്ടി വരും അല്ലേ? അതുപോലെ തന്നെ പഠിക്കേണ്ടി വരും. പിന്നെ അതിൽ നിന്ന് പുറത്തൊന്നും വരാം ഇതുമായി ബന്ധപ്പെട്ട്. എന്നാലും നിങ്ങൾ അധികം ബുദ്ധിമുട്ടിപ്പിക്കില്ല കേട്ടോ. ഇത് നമ്മുടെ ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ചോദിക്കുക. ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യങ്ങളല്ലേ, അല്ലാണ്ട് പുറത്തുനിന്നൊക്കെ ഉള്ളു. ഇപ്പൊ ഹെൽത്ത് കെയർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട് അതിനകത്ത്. അപ്പൊ അതൊക്കെ ചിലപ്പോൾ ചോദിക്കും. ഇപ്പൊ ഞാനൊരു 10 മിനിറ്റ് നിങ്ങൾക്ക് സമയം തരാം. ഓക്കെ, ഒരു 10-15 മിനിറ്റ്. ഈ സമയത്തിനുള്ളില് ഈ ചാപ്റ്ററിനെ നിങ്ങളൊന്ന് സമ്മറൈസ് ചെയ്യണം, സമ്മപ്പ് ചെയ്യണം. എല്ലാവരും ചെയ്യണം, നിർബന്ധമായിട്ട് ചെയ്യണം കേട്ടോ. ഇംഗ്ലീഷിൽ ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് ഈ ചാപ്റ്ററിന്റെ തുടക്കം മുതൽ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി, ഓക്കെ, നിങ്ങൾ എന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്തത്, ആ കാര്യങ്ങൾ വേണം ഈ സമ്മറിയിൽ നിങ്ങൾ എഴുതാനായിട്ട്. ഓക്കെ ആണോ? എല്ലാവരും ഒന്നുകൂടെ പറയോ? അതായത് ഈ ചാപ്റ്ററിനെ ഒന്ന് അനലൈസ് ഞാൻ പറയാണ്. ചാപ്റ്റർ ഉണ്ടല്ലോ നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, അതിനെ ഒന്ന് സമ്മപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സമ്മറി പോലെ നിങ്ങൾക്ക് തുടക്കം മുതൽ എൻഡ് വരെ, സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ എന്തൊക്കെ കാര്യങ്ങളാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ നിങ്ങൾക്ക് മനസ്സിലായതെന്ന് നിങ്ങളുടെ ഭാഷയിൽ ഇംഗ്ലീഷിൽ എഴുതുക. നമ്മളിപ്പോ മലയാളത്തിൽ ഒരു കാര്യം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യം നമുക്ക് കിട്ടും നമ്മൾ മലയാളത്തിൽ എഴുതാറുണ്ട് അല്ലെ? അതുപോലെ തന്നെ അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഓക്കെ, തീരെ പറ്റാത്തവരാണെങ്കിൽ മലയാളം തന്നെ എഴുതുക, എന്നാലും ഇംഗ്ലീഷിലൊന്ന് എഴുതാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ മനസ്സിലായോ നിഹാൽ അൻവർ? എഴുതാനാണോ പറഞ്ഞത് അത് പറയാനോ? എഴുതണം, എഴുതിയിട്ട് ബാക്കിയുള്ള കാര്യം ഞാൻ പറയാം. എഴുതുക, ആദ്യം എഴുതുക, റൈറ്റ് ചെയ്യുക. എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓഫീസിലാണ്, അതാണ് ഓഫീസിലാണ്. ഓക്കെ, മുംതാസിന് പറയാൻ പറ്റുമെങ്കിൽ ഒരു 10-15 മിനിറ്റ് മൈൻഡിലൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാലും മതി. എഴുതണം എന്നില്ല കേട്ടോ, ഓഫീസിലായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മനസ്സിൽ വരുന്ന ഐഡിയാസ് ഷെയർ ചെയ്താൽ മതി കേട്ടോ. ഇപ്പൊ ബാക്കിയുള്ളവര് 10 or 15 മിനിറ്റ്സ്, 10 അല്ലെങ്കിൽ 15 മിനിറ്റ് സമയം തരാം. അതിനുള്ളിൽ ഇപ്പോ 1:08 സമയം. ഓക്കെ, 1:20 ആവുമ്പോഴത്തേനും എഴുതി തീർക്കാനൊന്ന് ശ്രമിക്കാം കേട്ടോ, അല്ലെങ്കിൽ 1:20. നിങ്ങൾക്ക് ഡിഫൻസ് മെക്കാനിസം എടുത്തായിരുന്നു ആരെങ്കിലും? ഡിഫൻസ് മെക്കാനിസം ചാപ്റ്റർ ഇല്ല അല്ലെ?
എല്ലാവരും ലെഫ്റ്റ് ആയി പോവാണല്ലോ എഴുതാൻ പറഞ്ഞപ്പോ. ഞങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്താ പോരെ. ഹോംവർക്ക് ആയിട്ട് ചെയ്യാമോ എന്നാ? അടുത്ത ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാനാണോ? യെസ്. ഇപ്പൊ എഴുതാൻ പറ്റുന്നില്ലേ? ഞാൻ ഈ ക്ലാസ് ഈ ചാപ്റ്ററിന്റെ ഇന്നത്തെ ക്ലാസ്സിന് മാത്രമേ അറ്റൻഡ് ചെയ്തുള്ളായിരുന്നു. കഴിഞ്ഞ ദിവസം ഒന്നും കേറാൻ പറ്റില്ല. സബീനെ നെക്സ്റ്റ് ക്ലാസ്സിൽ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. ഇപ്പൊ 10 മിനിറ്റിനുള്ളിൽ എഴുതി കഴിഞ്ഞവരുണ്ടെങ്കിൽ പറയാം കേട്ടോ. നമുക്ക് വായിക്കാം. ഇത് നിങ്ങൾക്ക് രണ്ട് തരത്തില് ഇത് എന്താ പറയാ, രണ്ട് തരത്തിലുള്ള ബെനിഫിറ്റ് ഉണ്ട് ഇതിന് ഇങ്ങനെ എഴുതുന്നതിലൂടെ. ഒന്ന്, ക്ലാസ്സിൽ കയറാത്ത ആളുകൾക്ക് സമപ്പ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടും എന്താണ് ആ ചാപ്റ്ററിൽ പറയുന്നത്. രണ്ടാമത്തത്, നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആവും. രണ്ട് ബെനിഫിറ്റ് ആണ് ഇതിനുള്ളത് കേട്ടോ. എഴുതി കഴിഞ്ഞവരുണ്ടെങ്കിൽ പറയാം കേട്ടോ. മൃദുല ഉണ്ടായിരുന്നില്ലേ? ഒന്ന് സമ്മറി എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാപ്റ്ററിൽ എന്താണ് മനസ്സിലായി എന്നുള്ള കാര്യങ്ങള് ഒന്ന് സമ്മപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിൽ. ചാപ്റ്റർ കഴിഞ്ഞോ മാം? ചാപ്റ്റർ കഴിഞ്ഞു.
സമയം കഴിയാറായിട്ടോ, വേഗം എഴുതിട്ടോ. ഷോർട്ടായിട്ട് എഴുതിയാൽ മതിയില്ലേ മാഡം? മതി മതി, ഷോർട്ടായിട്ട് എഴുതിയാൽ മതി. ഓക്കെ, സമയം കഴിഞ്ഞു കേട്ടോ. ആരാണ് റീഡ് ചെയ്യാ? ശ്രീലക്ഷ്മി കഴിഞ്ഞോ? കഴിഞ്ഞു മാം. ഓക്കെ, ശ്രീലക്ഷ്മി ഒന്ന് റീഡ് ചെയ്യാവോ? അപ്പൊ എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കട്ടോ. ഓക്കെ മാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല മാം. ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നു, അപ്പൊ ക്ലാസ് ഞാൻ കേട്ടിട്ടുമില്ല. ജസ്റ്റ് ഇപ്പൊ ഞാൻ ഇല്ലാത്ത പോർഷൻ ടെക്സ്റ്റിൽ നോക്കി ഒന്ന് വായിച്ചിട്ട് സമ്മറൈസ് ചെയ്തതാണ്. Unit 5 Language Development. In this chapter, we study detail about language development. So first of all, what is language? Language is the ability to communicate using words. Not only words, but also sounds, signs, or gestures. For example, crying, making babbling sounds,
or making repeated sounds like ba, 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 etc. These all comes under language development. Language development includes 4 main skills. These are listening, speaking, reading and writing. Listening, speaking, reading and writing can be acquired through introducing different games, telling stories, reciting poems, and even listening to various sounds in environment. What are the aspects of language development? Main aspects of language development are speech, vocabulary, and length of response. Then we study about how a child's vocabulary is increasing. At the beginning, the response will be too short or there will be no responses at all. Later on, it will increase due to the pressure of their needs or learning, addition of new words. The most important thing that helps in addition of new words is reading habit itself. Addition of new words is also possible through hearing or imitating or concentrating on different sounds. Next is about the sequences of language development. Even though there will be individual differences, language development is connected and it is same for all. At birth, it will be absent. 4 weeks, small throat sound. 16 weeks, child will smile and make cooing sound. 28 weeks, babbling. 40 weeks, try to imitate small sounds. 52 weeks, baby try to say 2 or more words. 18 months, the baby tried to frame a sentence pattern. 24 months, try to use simple phrases. 36 months, try to answer simple question and try to speak in small sentences. 4 years, try to use small conjunctions and prepositions like on, at, in, etc. And finally, 5 years, the child will start speaking fluently by adding so many words and so many sentences to his vocabulary. And finally, we can conclude that the main factor that influence language development is the child's maturity pattern itself. Child's maturity level will increase, the child's vocabulary will increase according to his maturity level. His physical and motor development influences a lot for his language development. ഇത്രയാണ് മാം ഞാൻ എഴുതിയത്. ഓക്കെ, നന്നായിരുന്നു കേട്ടോ ശ്രീലക്ഷ്മി. എല്ലാവർക്കും ശ്രീലക്ഷ്മി വായിച്ചത് റീഡ് ചെയ്തത് മനസ്സിലായല്ലോ? വേറെ അപ്പൊ എത്ര പേര് ഇനി വേറെ എഴുതിയിട്ടുണ്ട്? എത്ര ആളുകൾ എഴുതിയിട്ടുണ്ട്? ബാക്കി എല്ലാവരും എഴുതിയോ? എല്ലാവരും തന്നെ എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാനുള്ളത്, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ചാപ്റ്ററിന്റെ പേര് ഡിഫൻസ് മെക്കാനിസം എന്നാണ്. കുറച്ച് നമ്മുടെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, കുറച്ച് എന്താ പറയാ തന്ത്രങ്ങൾ അല്ലെങ്കിൽ മെക്കാനിസം എന്ന് പറയാം. അപ്പൊ നമുക്ക് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ സബീന നെക്സ്റ്റ് ക്ലാസ്സിൽ എഴുതിക്കൊണ്ട് വരിക കേട്ടോ. സബീന, ഞാൻ വായിപ്പിക്കുക. ഒരു 10 മിനിറ്റ്സ് നിങ്ങളെ കൊണ്ട് 2-3 പേരെ കൊണ്ട് വായിപ്പിച്ചിട്ടാണ് ചാപ്റ്റർ എടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാ ചാപ്റ്റർ തീരുമ്പോഴും ഇത്തരത്തില് ഒരു സമ്മറി തയ്യാറാക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഉപകാരമാവും, നമ്മൾക്കും അത് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, അപ്പൊ അതങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പൊ ആരാണ് സൈൻ ഔട്ട് ചെയ്യുന്നത്? ആരാണ് സൈൻ ഔട്ട്? ആരാ? ഓക്കെ, അശ്വതി മാം ഇന്നെടുത്ത യൂണിറ്റ് 5 ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. ഇതില് കുട്ടിയുടെ ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്ന എന്തൊക്കെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത്. അതില് സ്പീച്ച്, കുട്ടിയുടെ സ്പീച്ച്, വൊക്കാബുലറി, അതിന്റെ ലെങ്ത് ഓഫ് റെസ്പോൺസ് ഒക്കെ ഇതിനെ
ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റേജസ് ആണ് പറഞ്ഞത്. അതൊരു കുട്ടി ഫസ്റ്റ് ബർത്തിൽ കാര്യമായിട്ട് സംസാരിക്കുന്നില്ലെങ്കിലും പിന്നീടുള്ള അതിന്റെ ഓരോ ഘട്ടങ്ങളിൽ അതിൽ മാറ്റം വരുന്നതാണ്. ഒരു വാക്കായിട്ട്, പിന്നെ ഓരോ സൗണ്ടുകളായിട്ട്, പിന്നെ ഒരു വാക്കായിട്ട്, പിന്നെ ഒരു വേർഡായിട്ട്, പിന്നെ സെന്റൻസ് ആയിട്ട്, അങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ പിന്നെ കുട്ടി 5 വയസ്സാകുമ്പോഴത്തേനും അത്യാവശ്യം നന്നായി സംസാരിക്കുന്ന രീതിയിലേക്ക് മാറും. പിന്നെ പിന്നെ സമ്മറി തയ്യാറാക്കാൻ പറഞ്ഞിരുന്നു. സമ്മറി ശ്രീലക്ഷ്മി വായിച്ച് നന്നായി പ്രസന്റ് ചെയ്തു. പിന്നെ ഇന്ന് ക്ലാസ് എടുത്ത ടീച്ചർക്കും ക്ലാസ് കേട്ട എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദി. താങ്ക് യു. മാം, ഒരു സ്പെഷ്യൽ താങ്ക്സ് മാമിനോടുണ്ട്. കാരണം ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇതുപോലെ കുറെ പ്രാവശ്യം മിസ്സിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരുന്നു, ഇംഗ്ലീഷിൽ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുവാണെങ്കിൽ കുറെ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ള രീതിയിൽ. പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു അവസരം ഇംഗ്ലീഷ് ക്ലാസ്സിൽ പോലും കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട പേടി ഇംഗ്ലീഷാണ്. നമുക്ക് മലയാളത്തിൽ ക്ലാസ് എടുത്തത് അറിയാമെങ്കിലും ഒരു 1-2 സെന്റൻസ് ഇംഗ്ലീഷിൽ ഒന്ന് പറയാനോ ഒക്കെ ഇപ്പോഴും പേടിയാണ് മാം. അത് മാറണം എന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റിയാൽ കൂടി എന്തെങ്കിലുമൊക്കെ എഴുതിയും പറഞ്ഞും ശീലിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് ഈ മോണ്ടിസോറി ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് മിസ്സിന്റെ ക്ലാസ്സിലാണ് ഇങ്ങനെ ഒരു അവസരം മിസ്സാണ് തന്നിരിക്കുന്നത്. അപ്പൊ അത് ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ഉള്ളത്. ഇപ്പൊ തന്നെ ഞാൻ എഴുതുമ്പോൾ നമുക്ക് എത്ര അറിയാന്ന് പറഞ്ഞാലും മാം കുറെ ബുദ്ധിമുട്ടുണ്ട്, നമുക്കൊരു ടെൻഷൻ വരുന്നുണ്ട്. അറിഞ്ഞ പല കാര്യങ്ങൾക്ക് എന്ത് വാക്ക് ഉപയോഗിക്കണം എന്ന് അറിയുന്നില്ല. പക്ഷെ അങ്ങനെ എഴുതും തോറും മാത്രമേ നമുക്ക് ഈ ഒരു പൊട്ടക്കുളത്തിലെ തവളയെ പോലെ കിടക്കുന്നത് നമുക്ക് കുറച്ചെങ്കിലും മുന്നിലേക്ക് വരണമെങ്കിൽ അത് ട്രൈ ചെയ്തേ പറ്റുള്ളൂ മാം. അപ്പൊ മാം ചെയ്തത് വലിയൊരു കാര്യമാണ്. ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നും കൂടി എൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട് മാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യും. ചില കുട്ടികൾ ലെഫ്റ്റ് ആകും, അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുള്ള കാര്യം. ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ചിലർക്ക് താല്പര്യമില്ലുണ്ട് ഇത്തരത്തില് 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് എഴുതാനോ ഒന്നും ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ തന്നെ ഗ്രാമർ മിസ്റ്റേക്ക് 2 ലൈൻ ആണെങ്കിലും നമ്മൾ സ്വന്തമായിട്ടാണല്ലോ നമ്മൾ എഴുതുന്നത്. ആ 2 ലൈനിൽ കൂടെയും നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ മറ്റു ടീച്ചേഴ്സ്, അതായത് നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചറോട് തന്നെ നമ്മളിത് റിക്വസ്റ്റ് ചെയ്തിട്ടും നമുക്കത് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ വളരെ സാഡായിരുന്നു. ഇപ്പൊ മാമാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഇനി എപ്പോഴും ചെയ്യണം, ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ. 2 ലൈൻ ആണെങ്കിലും അത് ഞങ്ങൾ തന്നെ എഴുതുമ്പം ഞങ്ങൾക്കത് കൂടുതൽ നമ്മളെ കൊണ്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മളൊക്കെ ടീച്ചർ ആവാനല്ലേ പോകുന്നത്. അപ്പോ ആ ഒരു അത് വേണമല്ലോ മാം. അതെ അതെ, അത് വേണം. അതെന്തായാലും ഞങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. ഇന്നലെ ഒരു കോൺവെക്കേഷൻ ഉണ്ടായിരുന്നു, MT1 and MT3 സ്റ്റുഡൻസിന്റെ കോൺവെക്കേഷൻ ആയിരുന്നു ഇന്നലെ. അപ്പൊ അവരും ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അവരൊക്കെ ഇംഗ്ലീഷ് ഒട്ടും സംസാരിക്കാനായിട്ട് എന്താ പറയാ പറ്റാത്തവരായിരുന്നു. പക്ഷെ അവർ കോഴ്സ് കഴിഞ്ഞപ്പോൾ ഇപ്പൊ നന്നായിട്ട് ഫ്ലുവന്റ് ആയിട്ട് അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കോഴ്സിന്റെ ഗുണം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ പഠിപ്പിക്കുന്ന രീതി കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്കും അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തരും. ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, നമുക്ക് ക്ലാസ്സിന്റെ തുടക്കത്തിൽ ഒരു 10 മിനിറ്റ്, അതായത് ഇപ്പൊ ഒരാളെ കൊണ്ടാണ് വായിപ്പിക്കാൻ പറ്റിയതെങ്കിൽ നമുക്ക് അതായത് ക്ലാസ് തുടങ്ങുമ്പോൾ ഒരു 10 മിനിറ്റ് ആ ചാൻസ് 2-3 ആളുകൾക്ക് കൊടുക്കാം. പിന്നെ ക്ലാസ് അവസാനിക്കുമ്പോൾ ഇതുപോലെ തന്നെ 10-15 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, ഒരു 20 മിനിറ്റ് നമുക്ക് ഇതിന് സ്പെൻഡ് ചെയ്യാം. ആദ്യത്തെ 10 മിനിറ്റും ലാസ്റ്റത്തെ 10 മിനിറ്റും. ആദ്യത്തെ 10 മിനിറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ വായിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നതാണ്. അവസാനത്തെ 10 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് എന്താണോ ഡിസ്കസ് ചെയ്യുന്നത് അത് നമ്മൾ സമ്മറൈസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാം. വളരെ ഷോർട്ട് ആയിട്ട് എഴുതിയാൽ മതി. നമുക്കത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് അതിനകത്ത് ഡെവലപ്മെന്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. Thank you. Thank you, ma'am. താങ്ക് യു.